വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയുടെ ചിത്രം 24-ന്. കേരള വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണിത്. കർണാടക വനമേഖലയിൽ നിന്നുമാണ് കടുവ എത്തിയത് എന്നാണ് സൂചന. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയുടെ ചിത്രമാണ് 24-ന് ലഭ്യമായിരിക്കുന്നത്. കേരള വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണിത് എന്നാണ് ആ ചിത്രങ്ങളിൽ നിന്ന് വനംവകുപ്പ് എത്തി നിൽക്കുന്ന നിഗമനം. ഒരു പ്രതികരണം കൂടിയുണ്ട്, അതുകൂടി കാണാം. ഇവിടെ അമരക്കുനിയിലെ ഒരു ആടിന് കടുവ പിടിച്ചിരുന്നു. നമ്മൾ നോക്കിയിട്ട് കടുവയുടെ ഏരിയ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവ ഈ നമ്മളെ കിട്ടിയ പിക്ചറിൽ നോക്കുമ്പം കുറച്ചൊരു ക്ഷീണിതനാണ്. ഒരു പരിക്കുള്ള കടുവയെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം കടുവ ആടുകളെ തന്നെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആടുകളുടെ വീടുകളിലുള്ള ആളുകളെല്ലാം ആടിൻ്റെ കൂടുതൽ ലൈറ്റ് ഇട്ട് വെച്ച്, അതുപോലെ പശുക്കളുള്ള തൊഴുത്തിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ച് ആളുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? വനംവകുപ്പ് പറയുന്നത് എന്താണ് സുർജിത്ത്? വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇത് കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ അങ്ങനെ ഇതിന്റെ കൗണ്ടിങ്ങിൽ വരാത്ത ഒരു കടുവയാണിത്. സ്വാഭാവികമായും അത് കർണാടക വനാതിർത്തിയിൽ നിന്ന് എത്തിയിട്ടുള്ളതാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഒന്നുകിൽ ഈ വനത്തിനകത്ത് മറ്റു കടുവകളുമായി തല്ലുകൂടി തോറ്റ കടുവയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതും അത്തരത്തിലുള്ള ഒരു നിഗമനം കൂടി വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ട്. ഒരു ചിത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ആ ചിത്രത്തിൽ അത് ആരോഗ്യവാനല്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ്. അതാണ് ഇത്തരം ചെറിയ മൃഗങ്ങളെ പോലും വേട്ടയാടുന്നത് എന്നുള്ള തരത്തിലാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം ഈ ആടുകളെ വേട്ടയാടാനുള്ള കാരണം എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കടുവയ്ക്കായി രണ്ടാമത് ആടിനെ പിടിച്ച പ്രദേശത്തും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ പിടികൂടിയ പ്രദേശത്ത്, അതായത് 2 ദിവസം മുമ്പും സമാനമായ രീതിയിൽ തന്നെ ഒരാടിനെ പിടികൂടിയിരുന്നു. അവിടെയും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും കടുവാ ഭീഷണിയുണ്ട് ആ പ്രദേശത്ത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ മേഖല എന്ന് പറയുന്നത് ഈ വനം ഒരു ഭാഗത്ത് കുറിച്യാട് വനമേഖല, വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായിട്ടുള്ള കുറിച്യാട് വനമേഖലയാണ്. ആ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ജനവാസ കേന്ദ്രമാണ്. ധാരാളം തോട്ടങ്ങളുണ്ട്. കടുവയ്ക്ക് മറഞ്ഞിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഭീതിയും ആശങ്കയും നിലനിൽക്കുന്ന ഒരു അവസ്ഥയുള്ളത്. ഇന്നലെ രാത്രി അമരക്കൊല്ലി പള്ളിക്ക് സമീപം വടക്കേക്കര രതികുമാറിന്റെ വീട്ടിലുള്ള ആടിനെയാണ്, അതായത് ആട്ടിൻകൂട്ടിൽ കെട്ടിയ ആടിനെയാണ് ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ ഈ വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയുടെ ചിത്രം അത് വനംവകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ 24-ലൂടെ പ്രേക്ഷകർ കണ്ടത്.